താൻ വെയിറ്റ് ചെയ്യ്. ഉണ്ണിത്താൻ ചേട്ടൻ ഒന്ന് വീട്ടിൽ കൊണ്ടുവരണം. അതെ, എന്റെ വണ്ടിയാകുമ്പോ നിങ്ങളുടെ ആൾക്കാർ വഴി തടഞ്ഞു നിർത്തി ഊതാൻ പറയും. ഇതാകുമ്പോ പ്രശ്നമില്ല, സൗകര്യമില്ലയോ? ആ സരളെ, ഉണ്ണിത്താൻ ചേട്ടൻ എന്താ വേണ്ട ചേർത്ത് കൊടുക്കും. അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട, അറിയാലോ എന്റെ ഗ്ലാസ് വെള്ളം ചേട്ടാ, എനിക്ക് ഞാൻ ഈ കാക്കിക്കുള്ളിൽ നിന്ന് ഇറങ്ങട്ടെ, പെട്ടെന്ന്. വലിയ തിരക്കൊന്നുമില്ല, പതുക്കെ വന്നാ മതി. ഓ, ഓ, രണ്ടു ദിവസമായിട്ട് വെളിയില്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. അതെ, പുള്ളിക്കാരന്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ആകെ കൂടി ഒരു തിരക്കായിരുന്നു. പോയി. മൂക്കുത്തില്ലാത്തൊരു രസമില്ല. അതാരാ പൊട്ടിച്ചത്? കൊള്ളൻ. അതുകൊണ്ടല്ലേ കല്ല് വെച്ച മൂക്കുത്ത് തന്നെ വേറെ വാങ്ങിച്ചത്. ആള് ആന്റണി സാറല്ലേ? അത് പിന്നെ ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാ പിന്നെ എല്ലാം മാറ്റി പുറത്തെടുക്കാതെ പുള്ളിക്കാരൻ അടങ്ങുമോ? ആ ശരി ശരി, ഞാൻ വിളിക്കാം. ശരി. അല്ല, ഇതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങല്ലേ? എന്താ പ്രശ്നം? ഏതോ ഹവാല തട്ടി കനോലി കനാലിൽ പൊങ്ങി എന്റെ പൊല്ലാപ്പ. സിറ്റിയിലെ ഹവാല പിള്ളേരെ ആവുന്നതും പൊക്കി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ഇടപാടാ. പക്ഷേ ഇപ്പൊ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് 3-4 പെണ്ണുങ്ങളില്ല, കുടുംബശ്രീക്കാര്. അവരെ റിമാൻഡ് ചെയ്തിരിക്കാം. എന്തു പറ്റി ഉണ്ണിത്താ ചേട്ടാ? എന്തു പറ്റി? ഞാനേ ഹവാലായിക്കകത്ത് മുങ്ങിപ്പോയി. ഇന്ന് വന്നപ്പോഴേ ഞാൻ നോട്ടാട്ടതാ. അയ്യോ, എന്താ മോളെ? എന്താ രാജി? ഇവിടെ ഉണ്ടായിരുന്നൊരു പെണ്ണ് എന്നെ കയറി പിടിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണോ? ഏതാ അവള്? മാധവിയായിരിക്കും. ഓക്ക് മറ്റേ രസം കുറച്ച് കൂടുതലാ. ഒന്നിനെ വെറുതെ വിട. അതെ, ഉറങ്ങാനായോ? എന്തേ? നിനക്കെന്തോ സൂക്കേടുണ്ടെന്നറിഞ്ഞു. അത് മാറ്റിട്ട് കിടന്നാ പോയി. എന്നാ പിന്നെ അത് മാറ്റിട്ട് കിടക്കാം. എന്തേ? അതെ, എനിക്ക് നിന്നെ വേണ്ട, ഇവളെ മതി. നാട്ടിലെ വൃത്തികേടൊക്കെ വാരിക്കൂട്ടി കുഴിച്ചു മൂടുന്ന കൈയായത്. ഈ കൈ കൊണ്ട് നിന്റെയൊക്കെ സൂക്കേട് മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെടി.
ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തേലും മാർഗം നോക്കണ്ടേ? ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇത്തിരി അങ്ങോട്ട് മാറി നിന്ന് വിളിച്ചു. ഹലോ, വക്കീലല്ലേ? ഞാൻ കുടുംബശ്രീയിലെ ഗിരിജയ. ഇതെപ്പോ? ഇന്നലെ. ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കാൻ സഹായത്തിന് ഒരാളില്ലാതെ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടേ, ധൈര്യമായിട്ടിരിക്കെ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഹലോ, അത് മീൻചന്ത പോലീസ് സ്റ്റേഷന്റെ പരിധിയിലല്ലേ? സ്ത്രീ സമൂഹത്തിന് നേരെയുള്ള CA ആന്റണിയുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക. പോലീസിന്റെ കള്ളക്കളികൾ അവസാനിപ്പിക്കുക. പോലീസിന്റെ കള്ളത്തരങ്ങൾ അവസാനിപ്പിക്കുക. CA ആന്റണി നീതി പാലിക്കുക. മതി, മതി, നിർത്ത്. എല്ലാവരും നിശബ്ദരാകുക. വരൂ. നാറുന്ന നാടിനെ ശുദ്ധീകരിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നവരാ കുടുംബശ്രീ പ്രവർത്തകരായ ഈ പാവപ്പെട്ട സ്ത്രീകൾ. നാടിന്റെ മാത്രമല്ല സർ, നാരി ഈ സാമൂഹ്യ വ്യവസ്ഥകളെയും വേണ്ടി വന്നാൽ ഇവിടുത്തെ സ്ത്രീ സമൂഹം കഴുകി തുടച്ച് വൃത്തിയാക്കി ചാണകം തെളിക്കും. വേണം. നാടും നാട്ടുകാരും സാമൂഹ്യ വ്യവസ്ഥയൊക്കെ വൃത്തിയാകണം. പക്ഷെ അത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയും അതിക്രമിച്ചും വേണം വക്കീലെ. കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളാരും അയാൾക്ക് നഷ്ടപ്പെട്ട പണം അന്വേഷിച്ചു വന്നിട്ടില്ല. നമ്മുടെ കേച്ചിലെടുക്കുന്ന 4 കുടുംബശ്രീ പെണ്ണുങ്ങളുടെ തലയിൽ കുറ്റം കയറ്റിവെച്ച് ആ സാധുക്കളെ ജയിലിലടച്ച് ആകാശടിച്ചു മാറ്റി കേസ് തേച്ചു മാറ്റി കളയാനാണ് നിങ്ങൾ പോലീസുകാർ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല. പോലീസ് നീതി പാലിക്കുക. കുടുംബശ്രീ പ്രവർത്തകരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അത് പോലീസ് ആയാലും പട്ടാളമായാലും ഏത് മന്ത്രിയായാലും മഹാനായാലും. വക്കീലിനറിയാലോ ഇന്ത്യൻ ജുഡീഷ്യറി, നമ്മുടെ കോടതികൾ അത് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷേ ആ കോടതികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? മോഷണ കേസിലെ പ്രതിയായ കുറ്റക്കാരനാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ട കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശിക്ഷ വിധിക്കുന്നു. അടിച്ചും ഇടിച്ചും ഉരുട്ടിയും കൊല്ലുന്നു. അതല്ലേ നിങ്ങൾ പോലീസുകാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെറ്റും കുറ്റവും കൊള്ളരുതായ്മകളും എല്ലായിടത്തും ഉണ്ട്, പോലീസിലും. അതെ, മാറി മാറി വരുന്ന ഭരണക്കാരുടെ പിണിയാളാവാനും നിങ്ങളെ പോലെ വാചക കസരത്ത് നടത്തുന്നവരുടെ മുന്നിൽ വാപിടിച്ച് നിൽക്കാനും വിധിക്കപ്പെട്ടൊരു അവസ്ഥയുണ്ട് പോലീസുകാരന്. ഈ യൂണിഫോമിനും തലയിലെ തൊപ്പിക്കും എന്റെ നീതിക്കും ചേരാത്തതായിട്ട് ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നാൽ അതിക്രമങ്ങൾ നേരിടുന്ന കാര്യത്തിൽ തികഞ്ഞ പോലീസുകാരനാകാൻ അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ. എന്നെ കൊണ്ടോ ചെയ്യിക്കരുത്. നിങ്ങൾ പിരിഞ്ഞു പോണം, ഇല്ലെങ്കിൽ എനിക്ക് പിരിച്ചു വിടേണ്ടി വരും. പ്രിയമുള്ളവരെ, ചെയ്യാത്ത കുറ്റം ആരോപിച്ച് പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ വിചാരണ തടവുകാരായി ജയിലിലോളം എത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതിന് നേതൃത്വം നൽകിയ CA ആന്റണി ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് നേരെ, നീതിക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ ഞങ്ങൾ സ്ത്രീ സമൂഹം വെറുതെ നോക്കി നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പ്രതിരോധിക്കും, പ്രതികരിക്കും. ഇത് ഈ സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കൊള്ളരുതായ്മകളാണ്. ഞങ്ങൾ സ്ത്രീകൾ അമലകളല്ല. അല്ലടോ, ഈ പോലീസുകാർ നമ്മുടെ ഭരണം പൊളിച്ചിട്ടേ ആടും അല്ലേ? വല്ലാത്തൊരു ജന്തുക്കള്. ആ CI കണാപ്പന്റെ പേരെന്താ? ആന്റണി. ആ, ഏത് കോന്റണി ആയാലും മോനോട് പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറ. വിളിച്ചു പറയടോ. ശരി സാർ. സാർ, ആ CI വന്നിട്ടുണ്ട്. വരാൻ പറയടോ. ഓ, ഈ എന്റെ കൈയെടുത്ത് നെറ്റിയുമില്ലൊരു അടിയടിച്ചിട്ട് നിലത്തൊന്ന് അമർത്തി ചവിട്ടെ എനിക്കൊരു തേങ്ങ കിട്ടാൻ പോല. എന്താണോ പെണ്ണുങ്ങൾ TV ചലിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് 55 വയസ്സ് വരെ നെറ്റിയുമില്ലടിക്കലും നിലത്തിയടികളൊക്കെ നടക്കും. ചന്തിന്റെ ചോട്ടിലൊരു പോലീസ് കസേര ഉണ്ടാവും. ഞങ്ങളുടെ സ്ഥിതി അതല്ലടോ. ഏറിയാൽ 5 കൊല്ലം. അതൊന്ന് പ്രായപൂർത്തിയാക്കി എടുക്കാൻ പറ്റുന്ന പാട് ഞങ്ങൾക്കേ അറിയൂ. ഇങ്ങോട്ട് വന്നു.
ഇതൊന്ന് കാലം തികച്ചോട്ട കുഞ്ഞുമോനെ. സർ, സർക്കാരിനോ ജനത്തിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ദോഷം വരുന്ന യാതൊന്നും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. എന്നിട്ടാണോ കടന്നൽ കൂടി ഇളകിയ പോലെ കുറെ കുടുംബശ്രീ പെണ്ണുങ്ങൾ ഒന്നായിട്ട് ഇളക്കി കുളമാക്കിയത്? ഹെ. അതൊക്കെ ഏറ്റുപിടിച്ച് നാട്ടുകാരെ അറിയിച്ച് നാശമുണ്ടാക്കാൻ കുറെ സീരിയലുകാരും. സീരിയലുകാരല്ല സർ, ചാനലുകാർ. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാടളക്കാൻ മാത്രം എന്ത് കുന്താണ്ട് അവിടെ ഉണ്ടായത്? സർ, മത തീവ്രവാദം, ഭീകരപ്രവർത്തനം, അതുമായിട്ടെല്ലാം കെട്ടുപണഞ്ഞു കിടക്കുന്ന ഹവാല പണമിടപാടുകൾ, കള്ളനോട്ട്, മയക്കുമരുന്ന് മാഫിയ, ഇതെല്ലാം മലബാർ മേഖലയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് സർ. കാണാതെ പോയ ആ പണവും അതുമായി ബന്ധപ്പെട്ട് നടന്ന അഷ്റഫ് എന്നാളുടെ കൊലപാതകവും അന്വേഷണത്തിലാണ്. കുടുംബശ്രീ പ്രവർത്തകരായ ആ സ്ത്രീകൾക്ക് ഇതുമായിട്ട് എവിടെയോ ഒരു ലിങ്ക്. അതിന്റെ ഒരു ലിംഗം. എടോ, ഈ പറഞ്ഞ വാദങ്ങൾ, കോയൽപ്പണം, കള്ളക്കടത്ത്, കള്ളമൊട്ടടി, ഇതൊന്നും ഞങ്ങൾ ഭരണത്തിൽ കയറിയപ്പം കണ്ടുപിടിച്ചുണ്ടാവുന്നല്ലോ, മുമ്പോടുള്ളതല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വല്ലാതെ മാന്തി കുഴിച്ചെടുക്കാൻ നിൽക്കല്ലേ. ഇനി കുഴിച്ചെടുത്തേ പറ്റുമെങ്കിൽ ഈ ഭരണമൊന്ന് കഴിഞ്ഞോട്ടടോ. തൽക്കാലം സർക്കാരിന്, പ്രത്യേകിച്ച് എനിക്ക് ദോഷം ഉണ്ടാവുന്ന പണി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ സസ്പെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അറിയാലോ. അതുകൊണ്ട് എത്രയും വേഗം ആ കുടുംബശ്രീക്കാരെ കോടതിയിൽ ഹാജരാക്കണം, മനസ്സിലായോ? സർ, തൊണ്ടിയൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് കോടതി അവർക്ക് ജാമ്യം കൊടുക്കും. കൊടുത്തോട്ടെ ചങ്ങായി, അതിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുമെന്നല്ലോ. എങ്ങനെങ്കിലും ഈ പണ്ടാരന്റെ തലയിൽ നിന്ന് ഒഴിവാക്ക്. ഓ സർ, സർവ്വ ബഹുമാനത്തോടും കൂടി ഒരു സാധാരണ പോലീസുകാരൻ എന്ന നിലക്ക് പറയാ, ഒരു മന്ത്രിസഭയ്ക്ക് 5 വയസ്സ് തേക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റിന് വേണ്ടി 55 വയസ്സ് തേക്കാൻ ഞങ്ങൾ പോലീസുകാർ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട് സാർ. സോറി സാർ. പോലീസ് കണ്ടെടുത്ത തൊണ്ടി മുതലുമായി ഈ കേസിലെ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും പ്രതികൾ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്ന് ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ പ്രതികളെ 25,000 രൂപയുടെ സ്വന്തം ജാമ്യത്തിലും തുല്യ സംഖ്യയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലും വിട്ടയക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നു. കാര്യങ്ങളുടെ ഗൗരവം അറിയാലോ. ജാമ്യം ലഭിച്ചു എന്ന് കരുതി നമ്മൾ കുറ്റവിമുക്തരായിട്ടില്ല. ഇനി കേസ് നടത്താനുണ്ട്. പേടിക്കാനൊന്നുമില്ലെന്നേ. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത വലിയൊരു സ്ത്രീ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. ശരി ശരി. നമ്മളിപ്പോ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. പിന്നെ എവിടേക്കാ? പേടിക്കാനൊന്നുമില്ല, ചന്ദ്രേട്ടൻ ആശുപത്രിയിൽ. രാത്രി കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നതാ. പിന്നെ ഉറക്കം വന്നപ്പോ ഞാൻ കിടന്നു. എന്തോ ശബ്ദം കേട്ട് എണീറ്റ് നോക്കിയപ്പോ ചന്ദ്രേട്ടൻ നിലത്ത് വീണ് കിടക്കുക. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചതാ. ഞാൻ അടുത്തില്ലാതായപ്പോഴത്തേക്കും എന്റെ ചന്ദ്രൻ ഒന്നും വരില്ല. സൂറ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നീ കേറ്. എന്നാ ചെല്ല്, സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ആ, വാ, കേറ്. സ്വയം എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നതും 2 അടി നടന്നതും വളരെ നല്ലൊരു സൂചനയാണ്. ഒരു സർജറി, പിന്നെ ഫിസിയോതെറാപ്പി, അതിന് ഏറ്റവും നല്ലത് വെല്ലൂരിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് എത്ര വരുമെന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ചില ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളും മനുഷ്യസ്നേഹികളായ ആൾക്കാരും സഹായങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് ആ വഴിക്ക് ഒരു ശ്രമം നടത്തി നോക്കാം. ഡോക്ടർ പറഞ്ഞില്ലേ ചന്ദ്രേട്ടൻ നടക്കുന്നു. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ നടത്തും. ഉണ്ണിത്ത മുതലാളിയുടെ കയ്യില് നമ്മൾ കൊടുത്ത പണമില്ലേ, അത് നമുക്ക് ഉടനെ വാങ്ങണം. സൂറ, നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. നിങ്ങളിപ്പോ ആ വഴിക്ക് പോകണം. മഫ്റ്റിയിലെ ചില പോലീസുകാരൊക്കെ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനായിരിക്കും. എങ്കിലൊരു കാര്യം ചെയ്യാം, മണി ഒന്ന് അവിടെ വരെ പോണം. ഉണ്ണിത്ത മുതലാളിയോട് ഞാൻ വിളിച്ചു പറഞ്ഞോ.